നമ്മുടെ പല തനതായ പഴയ കലാരൂപങ്ങളും നമ്മളുടെ പുതിയ തലമുറകൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കുവൈറ്റിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇതം പ്രഥമമായി അവതരിപ്പിക്കപ്പെടുന്ന തെരുവ് നാടകം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങൾ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഇതിന്റെ അണിയറയിലും അരങ്ങത്തുമുള്ളവർ ഈ കലാരൂപം അവതരിപ്പിച്ച പരിചയത്തിലല്ലാത്തവരാകയാൽ ഞങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായേക്കാം. അവയെല്ലാം സാദരം ക്ഷമിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണേ എന്ന് മുന്നമേ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ആകാശം കടലാസാക്കി ഭൂമി അതിലൊരു പേരയാക്കി കറുപ്പിനെ വെളുപ്പാക്കി ഇരുട്ടിനെ വെളിച്ചമാക്കി കരകളഞ്ഞു കടഞ്ഞെടുത്തൊരു നാടകമാക്കി ഞങ്ങൾ ജീവിതമാക്കി. കരകളഞ്ഞു കടഞ്ഞെടുത്തൊരു നാടകമാക്കി ഞങ്ങൾ ജീവിതമാക്കി. ആകാശം കടലാസാക്കി ഭൂമി അതിലൊരു പേനയാക്കി കറുപ്പിനെ വെളുപ്പാക്കി ഇരുട്ടിനെ വെളിച്ചമാക്കി കരകളഞ്ഞു കടഞ്ഞെടുത്തൊരു നാടകമാക്കി ഞങ്ങൾ ജീവിതമാക്കി. മാന്യമഹാജനങ്ങളെ, ശരികൾ വെറും നിഴലുകളായി പതിയുന്ന ഈ കാലഘട്ടത്തിൽ തെറ്റുകളുടെ തരംഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ വഴിമാറിയ ചലനങ്ങൾ നന്മയുള്ള മനസ്സുകളിൽ ആഴത്തിലുള്ള വിങ്ങലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യാപരിച്ചിരിക്കുന്ന ഇരുട്ടിനെ ഭേദിച്ച് ഒരു സമൂഹത്തെ ആകമാനം ഉണർത്തുവാനും ശുദ്ധീകരിക്കുവാനും ശേഷിയുള്ള ദിവ്യശക്തിയാണ് കല. മാറ്റത്തിന് ദിശ തേടുന്ന മനസ്സുകളെ ഉണർത്തുകയും തെളിച്ചം ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളിൽ വീണ്ടും പ്രകാശം വീണ്ടെടുക്കുവാനും ഇത്തരം സൃഷ്ടികൾ വഴി നമുക്ക് ശ്രമിക്കാം. ജീവിതമാണിത്, എന്തോ പ്രഷർ നിറഞ്ഞ ജീവിതമാണിത്. ഇത് കുടിച്ചു നോക്ക്. ആകാശത്ത് പറന്ന് നടക്കുന്നത് പോലെയുള്ള ഉന്മാദ ലഹരി നിനക്ക് ആസ്വദിക്കാം. ഇത് കൊള്ളാമല്ലോ, എനിക്ക് ഇനിയും വേണം. നിനക്ക് ഇനിയും വേണോ? തരാമല്ലോ, എത്ര വേണേലും. നീ ഞങ്ങൾക്കടിമ. നീ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നീ മടങ്ങി പോവുക. എന്റെ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് സ്വാതന്ത്ര്യം വേണം. എടി കൊച്ചേ, ഇത് നിന്റെ ഞരമ്പിൽ കുത്തിവെക്ക്. സ്വാതന്ത്ര്യം നിനക്കാവോളം ആസ്വദിക്കാം. ഇന്നത്തെ സ്വാർത്ഥ ലോകത്തിന്റെ ചതിക്കുഴികളിൽ എവിടെയോ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയെടുത്ത മക്കളെ നഷ്ടപ്പെട്ടുഴലുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് സെന്റ് ബേസിൽ പ്രേയർ ഗ്രൂപ്പ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തെരുവ് നാടകം പാപത്തിന്റെ ശമ്പളം മരണമത്രേ. കണ്ടോ നാട്ടാരെ, കണ്ടോ നാട്ടാരെ, എന്റെ പൊന്നുണ്ണിയെ കണ്ടോരുണ്ടോ? കാലമിതല്ലേ, കലികാലമിതല്ലേ, എന്റെ പൊന്നുണ്ണിയെ കണ്ടോ? ലോകമിതാണേ, നെഞ്ചോളം തീയാണേ, കൂടണയാതകലരുതേ പൊന്നുമക്കളെ. എന്റെ മകൻ ഇവിടെ വന്നിരുന്നോ? 2 ദിവസമായി അവൻ വീട്ടിൽ നിന്ന് പോയിട്ട് ഇതുവരെ മടങ്ങി വന്നില്ല. 2 ദിവസമായി കാണാതായ മകനെ അന്വേഷിച്ച് ഇപ്പഴാണോ വരുന്നത്? അത് കൊള്ളാമല്ലോ.
ഇത് പതിവാ. പോയാ പോയി, വന്നാ വന്നു. അതായത് ചൊട്ടയിലെ ശീലം ചൊടല വരെ. എന്റെ മകളെ, നീ എവിടെയാണ്? എന്നോട് വഴക്കിട്ട് നീ എവിടെയാണ് പോയത്? കാണാതെ പോയവരെ തേടിയെത്തുന്ന അമ്മമാരുടെ വേദന നിസാരവൽക്കരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഈ അധമ സമൂഹത്തിന് മുമ്പിൽ യാചിക്കേണ്ടി വരുന്നത് ഞങ്ങൾ പെൺവർഗത്തിന്റെ തന്നെ ഗതികേടാണ്. നഷ്ടപ്പെട്ടു പോയതിനെയും പിഴച്ചു പോയതിനെയും തേടി പിടിച്ചു വരുന്ന സ്ഥലമല്ലിത്. ഒന്നുകൂടി കേട്ടോളൂ. വേലിചാടിയ പശു കോഴി കൊണ്ട് ചാകും. അങ്ങനെയല്ല, അവൻ അങ്ങനെ ആയിരുന്നില്ല. അവനെ അങ്ങനെ ആക്കിയതാണ്. നിങ്ങളാണ് ആക്കിയത്. എന്റെ മകൻ എവിടെ? അമിത വാത്സല്യം കൊണ്ട് മക്കളെ കയറി വിട്ടിട്ട് ഇപ്പൊ കുറ്റം ഞങ്ങൾക്കോ? ഞങ്ങളെന്താ നിന്റെ മക്കളുടെ കാവൽക്കാരോ? ആർത്തിട്ടഹസിച്ച് പരിഹസിക്കുന്ന നിന്നെയൊക്കെ ഒരു സ്ത്രീ, ഒരമ്മ പ്രസവിച്ചതല്ലേ? നാം എല്ലാരും ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ? നിന്റെ സഹോദരി സംരക്ഷിക്കുന്നത് നിന്റെയും കടമയല്ലേ? ബന്ധങ്ങളുടെ ചരിത്രം പറയേണ്ട സ്ഥലമല്ലിത്. കടമകൾ നിർവഹിക്കാൻ ഞങ്ങൾ ആരുടെയും ബന്ധുക്കളുമല്ല. ഇത് ലഹരിയുടെ ലോകമാണ്. വേദനകൾക്കും പ്രയാസങ്ങൾക്കും ഇവിടെ പ്രവേശനമില്ല. ആയിരം അസ്ഥികൾ ഒരുമിച്ച് നുറുങ്ങുന്ന വേദനയോടെയാണ് ഓരോ അമ്മമാരും തന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. തന്റെ പ്രാണന്റെ പാതിയായ സ്വന്തം മക്കളെ നഷ്ടപ്പെടുത്തുന്നത്, വഴിതെറ്റി നശിച്ചു പോകുന്നത് ആർക്കാണ് സഹിക്കാൻ സാധിക്കുന്നത്? പേറ്റുനോവിന്റെ കണക്കുമായി ഇറങ്ങിയിരിക്കുന്നു. അമ്മമാരുടെ വേദനയൊക്കെ എല്ലാ ജീവജാലങ്ങളും അനുഭവിക്കുന്നതാണ്. മക്കളെ വളർത്താൻ പഠിക്കണം. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയെടുത്ത എന്റെ മകൾ ചെറുപ്പകാലം മുതൽ പഠനത്തിൽ ഒന്നാമതായിരുന്നവൻ അനാവശ്യത്തിന് പുറത്തു പോലും പോവാതിരുന്നു. അവളെ തിരക്കിയാണ് ഞാൻ വന്നത്. എന്റെ മകളെവിടെ? വലിയൊരു പഠിത്തക്കാരി. കുട്ടികൾ പഠിച്ച് വളരട്ടെ, അവർക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. ഞങ്ങളാരും പഠിക്കാത്തവരും മണ്ടന്മാരും ഒന്നുമല്ല. പക്ഷേ ഈ സമൂഹം ഞങ്ങൾക്കായി കാത്തുവച്ച ഇതാണ് ലഹരിയുടെ സുഖം, ലൗകികതയുടെ ലോകം. ഇവിടെ നിന്ന് കരയാതെ പോകാൻ നോക്ക്. ഇത് നിങ്ങൾക്ക് ചേർന്ന സ്ഥലമല്ല. ഇത് സ്വാതന്ത്ര്യത്തിന്റെയും സുഖലോലപതയുടെയും ഇടമാണ്. എന്റെ മകനെ കവർന്നെടുത്തിട്ട് അവനെ നിങ്ങളുടെ അടിമയാക്കിയിട്ട് എന്റെ കണ്ണുനീരിനെ നിങ്ങൾ പരിഹസിക്കുന്നു. എന്റെ ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും നിങ്ങൾ വിലയിടുന്നു. ഞങ്ങളാരെയും വിരുന്നിന് വിളിക്കാറില്ല. വിളിക്കാതെ വരുന്ന അതിഥികളെ സൽക്കരിക്കാതെ മടക്കാറുമില്ല. ഇത് നരകമാണ്. ലഹരിയുടെ നരകം, ലൗകികതയുടെ നരകം. ഇവിടെ ബന്ധനങ്ങളുമില്ല, അടിമകൾ മാത്രം. എന്റെ മകനെ തിരികെ ലഭിച്ചിരിക്കുന്നു. കാണാതെ പോയവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അമ്മേ, ഞാൻ അമ്മയുടെ മകനായിരുന്നു. ഇപ്പോൾ ഞാൻ ലഹരിയുടെ അടിമയാണ്. ഈ പാപക്കുഴി എനിക്ക് മോചനമില്ല. ഇരുട്ടിന്റെ ദൂതന്മാർക്ക്, പാപത്തിന്റെ അടിമകൾക്ക് ഞാൻ എന്റെ മകനെ വിട്ടുതരില്ല. ലഹരിയുടെ വനം, പാപത്തിന്റെ നഗരം, ശാപത്തിന്റെ ഇടം. ഭൂമിയിലെ നരകം നിന്നെ കാത്തിരിക്കുന്നു. ലഹരിയുടെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. അടിമകളെ നിങ്ങൾക്ക് മോചനമില്ല. വിധി, കാലം കരുതി വെച്ച ദാരുണമായ വിധി. ഹൃദയം നുറുങ്ങുന്ന വേദനകൾ അനുഭവിക്കാൻ മാത്രം ഈ ഭൂമിയിലെ അമ്മമാർ എന്ത് പാപം ചെയ്തു? എന്റെ മോളെ, അമ്മയുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും വലുതായി ഞാൻ ഈ സുഖത്തെ അനുഭവിച്ചു. ലഹരിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും
മായാലോകത്തൊന്നും എനിക്കിനി ഒരു തിരിച്ചുവരവില്ല. എന്റെ പ്രിയപ്പെട്ട മകളെ ലഹരിയുടെ സമൂഹം ഒന്നും അല്ലാതാക്കിയിരിക്കുന്നു. നിങ്ങളാണ് അവളെ ഗതിയിലാക്കിയത്. പെണ്ണായാൽ അവളെ അടക്കി ഒതുക്കി വളർത്തണം. അവൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം. മനസ്സിലായോ? അതാണ് നമ്മുടെ സംസ്കാരം. സംസ്കാരം നന്മയായിരുന്ന എന്റെ മകളെ ലഹരിക്ക് അടിമപ്പെടുത്തി അവളുടെ ജീവനും ജീവിതം നശിപ്പിച്ചിട്ട് കുറ്റം സംസ്കാരത്തിന്. സ്ത്രീകളെ അധമരാക്കി പൂട്ടിയിടുന്ന നിങ്ങളുടെ സംസ്കാരമാണ് ആദ്യം നശിക്കേണ്ടത്. നിങ്ങൾ തന്നെ നട്ടി വളർത്തിയ അധമ സംസ്കാരത്തിന്റെ ലോകമാണിത്. നന്മയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. ഞങ്ങളാരെയും വിരുന്നിന് വിളിക്കാറില്ല. വിളിക്കാതെ വരുന്ന അതിഥികളെ സൽക്കരിക്കാതെ മടക്കാറുമില്ല. ഇത് നരകമാണ്, ലൗകികതയുടെ നരകം. ഇവിടെ ബന്ധങ്ങളും ബന്ധനങ്ങളുമില്ല, അടിമകൾ മാത്രം, ലഹരിയുടെ സുഖമുള്ള അടിമകൾ. ലഹരിയുടെ വനം, പാപത്തിന്റെ നഗരം, ശാപത്തിന്റെ ഇടം, ഭൂമിയിലെ നരകം നിന്നെ കാത്തിരിക്കുന്നു. ലഹരിയുടെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. അടിമകളെ, നിങ്ങൾക്കിനി മോചനമില്ല. അമ്മമാരെ, ഈ വേദന അത് നിങ്ങളുടേത് മാത്രമല്ല, അത് ഞങ്ങളുടെയും കൂടിയാണ്. ഉള്ളം കൊണ്ട് ഞങ്ങളും കരയുകയാണ്. പക്ഷേ ഇതിന് കാരണക്കാർ ആരാണ്? നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങൾ വരുത്തിവെച്ച വിദ്വേഷത്തിന്റെ വലിയ ഭാരം, വിശ്രമമില്ലാത്ത പഠനം, സൗഹൃദങ്ങൾ ഇല്ലാതാക്കിയ മത്സരങ്ങൾ, സർവോപരി ദൈവത്തെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാറ്റി അകറ്റിയത്. ഇതൊക്കെയല്ലേ കാരണങ്ങൾ? ഇവയെല്ലാമാണ് സ്വപ്നങ്ങളുടെ പുറകെ സഞ്ചരിക്കാതെ ലഹരിയുടെ ലോകത്തേക്ക് ഇവരെ അല്ല ഈ ഞങ്ങളെ നയിച്ചത്. അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വേദന അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിന് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരുക്കിയ സാമൂഹ്യ സംവിധാനത്തിന്റെ അടിമകളാണ് ഞങ്ങൾ. നിങ്ങൾ ഒരുക്കിയ സാമൂഹ്യ സംവിധാനത്തിന്റെ ഇരകളാണ് ഞങ്ങൾ. തിരിച്ചറിവ്. നിങ്ങളാണ് ഈ സാമൂഹ്യ സംവിധാനത്തിന്റെ ഇരകൾ. ഇവരെല്ലാം ലഹരിയുടെ അടിമകളാണ്. പളുങ്കുപാത്രം പോലെയുള്ള ജീവിതം താഴെയിട്ടുടച്ചവർ, ദൈവീയ ശക്തിയുടെ ജീവിതം തന്നിട്ട് അതിനെ കളങ്കപ്പെടുത്തിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അതെ, ഈ ഭൂമിയെ വിഴുങ്ങുന്ന പാപത്തിന്റെ അടിമകളാണ് നമ്മൾ. നാശത്തിന്റെ അന്ധകാരത്തിന്റെ ലോകത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനമില്ലേ? തെറ്റുകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ നന്മയുടെയും ശാന്തിയുടെയും ലോകത്തേക്ക് ഞങ്ങൾക്ക് മടങ്ങി വരണം. തെറ്റുകളിൽ പശ്ചാത്തപിച്ച് ജീവനും ജീവിതത്തിനും നാശകരമായ ഈ ലഹരിയിൽ നിന്ന് മുക്തമായി നിങ്ങൾ നന്മയുടെ പാതയിലേക്ക് തിരികെ വരും. മക്കളെ, ഇങ്ങനെ വെന്തുരുകുന്ന അമ്മമാരുടെ കണ്ണുനീർ നിങ്ങൾ കാണാതെ പോകരുത്. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കൾ വീട്ടിലുള്ളപ്പോഴും പുറത്തു പോകുമ്പോഴും ആരോടൊക്കെ എങ്ങനെയൊക്കെ ഇടപെടുന്നുവെന്ന് നിങ്ങൾക്കും കൃത്യമായ ബോധ്യമുണ്ടാകും. പ്രിയമുള്ളവരെ, ജീവിതത്തെക്കാൾ വലിയ ലഹരിയില്ല, സ്നേഹത്തെക്കാൾ വലിയ ഔഷധവുമില്ല. അധികാരം, മോഹത്തിനും സാമ്പത്തിക നേട്ടത്തിനും വേണ്ടി ബോധപൂർവം നമ്മുടെ സഹോദരീ സഹോദരങ്ങളെ ലഹരിയുടെ അധമ മാർഗത്തിൽ നടക്കാൻ പ്രോത്സാഹിപ്പിച്ച് നടക്കുന്ന ആട്ടും തോലിട്ട ചെന്നായ്ക്കൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഇടവകയുടെ പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലഹരിയെ തുടച്ചു നീക്കുന്ന പുതുതലമുറയ്ക്കായി പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം.